സാധാരണ രീതിയിൽ പ്രായമനുസരിച്ച് എൻലാർജ് ചെയ്യും. അതിനകത്ത് അതുമൂലം എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ചികിത്സയെക്കുറിച്ച് പറയാറുള്ളൂ. കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഇത് എൻലാർജ് ചെയ്യുമ്പോൾ മൂത്രത്തിന് തടസ്സം ഉണ്ടാകും. പക്ഷേ എല്ലാവർക്കും ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ് ചെയ്യുന്ന എല്ലാവർക്കും മൂത്രതടസ്സം ഉണ്ടാകണമെന്നില്ല. രണ്ടാമത് മൂത്രതടസ്സം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജസ് ആണെങ്കിൽ മരുന്നൊക്കെ കഴിച്ച് നോക്കും. പക്ഷെങ്കിൽ ശാശ്വത പരിഹാരം അതിന് ഓപ്പറേഷനാണ്, അത് പറയാറുണ്ട്. പിന്നെ അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രോഗലക്ഷണം. പിന്നുള്ള കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മൂത്രതടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാം, അതിൽ നിന്നും ബ്ലഡ് ചിലപ്പോൾ വന്നിരിക്കും. ചിലപ്പോൾ കുറേ നാളായിട്ട് നമ്മളിത് നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്റ്റോൺ ഉണ്ടാകണമെന്നിരിക്കും. ഇങ്ങനെ പല കാരണങ്ങളും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഏത് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ് വന്നാലും ഞങ്ങൾ ആദ്യം അതിന് ഒരു ടെസ്റ്റുകൾ ചെയ്യുന്നത് ഇതിനകത്ത് ക്യാൻസർ ഇല്ല എന്നുള്ളത് ഉറപ്പാക്കും. ചിലപ്പോൾ ഏത് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റിനും ചിലപ്പോൾ ഇത് ക്യാൻസറിൻ്റെ തുടക്കമാകാം. പക്ഷേ ആദ്യം നമ്മൾ ക്യാൻസർ ഇല്ല എന്നുള്ള ഒരു നിഗമനത്തിലെത്തണം. അതിന് ശേഷം പിന്നെ ഈ ബിനൈൻ എൻലാർജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശാശ്വത പരിഹാരം എപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ ഓപ്പറേഷൻ തന്നെയാണ്. ഓപ്പറേഷനകത്ത് പല രീതിയിലുള്ള ഓപ്പറേഷൻ ഉണ്ടെങ്കിലും ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ട്രാൻസ് യൂറിത്തൽ റിസെക്ഷൻ TURP ആണ്. അത് ചെയ്തു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു 3-4 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണം. വലിയ സ്ട്രെന്യൂസ് ആയിട്ടുള്ള വർക്കോ ജേർണിയോ ഒക്കെ വേണമെങ്കിൽ 1 മാസത്തേക്ക് ഒഴിവാക്കാം. അതിനുശേഷം നോർമൽ ലൈഫിലോട്ട് തിരിച്ചു വരാനും പറ്റും.